ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നമുക്കറിയാമല്ലോ എഴുതാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നമ്മളെല്ലാവരും എഴുതുന്നവരാണ്. ഈ മുഹറം മാസമാകുമ്പോൾ നമ്മളെല്ലാവരും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒക്കെ എഴുതി വെക്കാറുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മുഹറം മാസത്തിൽ നമ്മൾ എഴുതി വെക്കാറുണ്ട്. മുഹറം മാസത്തിൽ മാത്രമല്ല, നമുക്ക് എപ്പോഴും അത് എഴുതാം. ഒരു വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച ദിവസത്തിലോ അല്ലെങ്കിൽ തിങ്കളാഴ്ച ദിവസത്തിലോ ഒക്കെ നല്ലൊരു ദിവസമാണ്. ആ സമയത്ത് വുദുവോടുകൂടി ഖിബ്ലക്ക് മുന്നിട്ടിരുന്നിട്ട് 35 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന്, അതായത് കൂട്ടിയല്ല എഴുതേണ്ടത്. ആദ്യം ബാ, സീൻ, മീം, അലിഫ്, ലാം, ലാം, ഹാ, അലിഫ്, ലാം, റാ, ഹ, മീം, നൂൻ, അലിഫ്, ലാം, റാ, ഹ, യ, മീം. ഈ അക്ഷരങ്ങളെല്ലാം 19 അക്ഷരം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് 19 അക്ഷരമാണ്. ആ 19 അക്ഷരവും വേർതിരിച്ച് എഴുതുക. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് പോലെ വേർതിരിച്ച് എഴുതിയിട്ട് എത്ര പ്രാവശ്യം? 35 പ്രാവശ്യം. 35-ൽ കൂടാനും വേണ്ട കുറയാനും വേണ്ട. കറക്റ്റ് ആദ്യം 1, 2, 3 എന്നൊക്കെ ഇങ്ങനെ നമ്പർ എഴുതുക. എന്നിട്ട് ഈ 35 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയിട്ട് നമ്മൾ അതിലേക്ക് 35 പ്രാവശ്യം ഇഷ്ഫി എന്ന് നമ്മളിങ്ങനെ മന്ത്രിക്കുക. അതായത് ആ പേപ്പറിനെ മന്ത്രിക്കുന്നത് പോലെ. ഇഷ്ഫി എന്ന് പറഞ്ഞാൽ അള്ളാഹുവേ ഈ എഴുതിയത് നീ സ്വീകരിക്കണേ അല്ലാ, അള്ളാഹുവെ രോഗങ്ങൾ മാറ്റിത്തരണേ അല്ലാ, എല്ലാ ഹലാലായ മുറാദും ഹാസിലാക്കണേ എന്നൊക്കെ ആ ഒറ്റ വാക്കിൽ തന്നെ അതിൻ്റെ എല്ലാ ദുആഇൻ്റെയും ആ ഒരു മന്ത്രം അതിൽ വരുന്നുണ്ട്. ഇഷ്ഫി എന്ന് പറഞ്ഞ് നമ്മൾ ആ പേപ്പറിൽ മന്ത്രിക്കുകയും ചെയ്തിട്ട് 35 പ്രാവശ്യം. എന്നിട്ട് ആ പേപ്പർ കച്ചവട സ്ഥാപനത്തിലോ നമ്മുടെ വാഹനത്തിലോ നമ്മുടെ വീട്ടിലോ വെച്ചാൽ ഇൻഷാ അല്ലാഹ് വെച്ചടി കയറ്റമുണ്ടാകും. ഇത് എൻ്റെ ഒരു വലിയൊരു ശ്രേഷ്ഠത കൊണ്ടൊന്നുമല്ല, ആ എഴുതിയ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിൻ്റെ ബർക്കത്ത് കൊണ്ട്. ബിസ്മിക്ക് എത്രയോ ശ്രേഷ്ഠതയുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട ഒരു ശ്രേഷ്ഠതയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നല്ല നിയ്യത്തോടുകൂടി നമ്മൾ എഴുതിയിട്ട് ഒരു സ്ഥലത്ത് സൂക്ഷിച്ചാൽ അവിടെ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ കാവലുണ്ടാകും. അത് കച്ചവട സ്ഥാപനമാവട്ടെ നമ്മുടെ വീടാവട്ടെ, അവിടെ അള്ളാഹുവിൻ്റെ വലിയ നോട്ടമുണ്ടാകും. കച്ചവടത്തിൽ ലാഭം ബർക്കത്തുണ്ടാകും. പൈശാചികമായ ജിന്ന് ഉപദ്രവം ഏൽക്കില്ല. കസ്റ്റമർ അധികരിക്കും. അതുപോലെ തന്നെ വലിയ ഖൈറുണ്ടാകും.